ഹലോ അക്കൂസ് വ്ലോഗ് ആർപ്പുക്കരയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നൊരു കരിക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഇതേ കരിക്കൊക്കെ വെട്ടി റെഡിയാക്കി വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ അവൽ, നമ്മളുടെ അവലും കുറച്ച് കാഷ്നട്ട്സും ഒരു 3-4 നമ്മുടെ ഏലക്കായും പിന്നെ കുറച്ച് കിസ്മിസും കൂടി ഇട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുവാണ്. അത് പൊടിച്ചെടുത്ത് നമ്മളങ്ങ് മാറ്റി വെക്കുകയാണ്. മാറ്റി വെച്ചിട്ട് നമ്മുടെ കരിക്കൊക്കെ ഒന്ന് ചീകി എടുക്കുവാണ്. ഇച്ചിരി നല്ല ഇളവൻ കരിക്കാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഇച്ചിരി ഇളവനല്ല, ഇത് എന്താ പറയുന്നത്, ശകലം ഉറച്ചു പോയി. ഉറച്ച കരിക്കിനേക്കാൾ നല്ലത് ഇച്ചിരി കൂടി ഇളവൻ എടുക്കുന്നതാണ്. ഞങ്ങൾ നേരത്തെ ഇളവൻ കരിക്ക് ഉണ്ടാക്കിയപ്പോൾ ഇതിനേലും നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ ഉറച്ച കരിക്കും നല്ലതാണ്, പക്ഷേ എങ്കിൽ ഇച്ചിരി കൂടി ഇളവനാണ് നമുക്ക് ഏറ്റവും കരിക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. ഇത് ഇച്ചിരി ഉറച്ച് പോയത് കൊണ്ട് അപ്പം ഇത് നമ്മൾ മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുവാണ്. നമ്മുടെ ജ്യൂസറിനകത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അടിച്ചെടുത്തിട്ട് നമ്മൾ 1 കവർ പാല് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പല പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് കരിക്ക് അരഞ്ഞ് വരുന്ന അനുസരിച്ചാണ് പാല് ചേർത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ മാറ്റി പൊടിച്ച് വെച്ച അവലും കാഷ്നട്ട്സും ഏലക്കായും കിസ്മിസും എല്ലാം കൂടെ അതും കൂടെ ഒന്ന് നമ്മളിതിനകത്തേക്ക് ചേർത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് ചെറിയൊരു പാക്കറ്റ് ഹോർലിക്സും കൂടെ, ഹോർലിക്സോ ബൂസ്റ്റോ അതൊക്കെ ഫ്ലേവർ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഇപ്പോൾ ഇവിടെ ഹോർലിക്സ് ഞാൻ ചെറിയൊരു പാക്കറ്റിൻ്റെ ഒരു ഹോർലിക്സാണ് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുവാണേ. ഹോർലിക്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഹോർലിക്സ് അല്ലെങ്കിൽ ബൂസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കരിക്കിൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ ഓൾറെഡി കരിക്ക് വെച്ചാണല്ലോ അടിക്കുന്നത്. അപ്പം നമ്മളത് ഗ്ലാസ്സിലേക്ക് കുറച്ചൊന്ന് പകർത്തിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഹോർലിക്സ്, നമ്മളുടെ പിള്ളേരുള്ളത് കൊണ്ട് മാത്രം ഇങ്ങനെ ഹോർലിക്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് വലിയവർക്കൊക്കെ കഴിക്കാനാണെങ്കിൽ ഹോർലിക്സ് ഇടേണ്ട കാര്യമില്ല. കരിക്ക് ഇങ്ങനെ പാലിനകത്ത് നട്ട്സും എല്ലാം കൂടെ അടിച്ചിട്ട് മാത്രം എടുത്താൽ മതി, അതിൻ്റെ കാര്യമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ചുമ്മാ ഒരു വെറൈറ്റിക്ക് വേണ്ടി ചുമ്മാ ഒന്ന് ഹോർലിക്സ് ഇട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അത് നന്നായിട്ടതായിട്ടുണ്ട്, ഷേക്ക് നന്നായിട്ടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പെരയ്ക്കകത്തൊക്കെ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഉറുമ്പാകാതിരിക്കാൻ വേണ്ടിയാണ് അവിടെയെല്ലാം പേപ്പർ ഇട്ടിട്ട് എടുക്കുന്നതേ. അല്ലെങ്കിൽ പെട്ടെന്നാണ് ഈ കരിക്കെല്ലാം വെച്ചാൽ പെട്ടെന്ന് ഉറുമ്പ് വരും, അതുകൊണ്ടാണ് എൻ്റെ വെള്ളമൊക്കെ വീണാൽ. അപ്പോൾ പേപ്പർ എടുത്ത് മാറ്റിയാൽ മതിയല്ലോ. അപ്പം നമ്മുടെ കരിക്ക് ഷേക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നമുക്ക് കഴിഞ്ഞ ദിവസം തേങ്ങ ഇട്ടുകൊണ്ട് മാത്രം ഞങ്ങളിപ്പോൾ ഇത് റെഡിയാക്കിയതാണ്, കരിക്കിട്ടത് കൊണ്ട് റെഡിയാക്കിയതാണ്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട്